രാജേഷേട്ടൻ എന്ന് പറഞ്ഞ സ്പീക്കർ രാജേഷൻ സാർ എന്ന് പറഞ്ഞ എന്റെ ഒരു ബ്രദറാണ്. നിങ്ങളുടെയൊക്കെ മിനിസ്റ്ററാണ്, എന്റെയൊക്കെ മിനിസ്റ്ററാണ്. അപ്പൊ ഞാൻ കണ്ടപ്പോൾ ഇറങ്ങി കൈ കൊടുത്തു. പക്ഷെ എന്റെ കഷ്ടകാലത്തിന് അത് ദേശം എന്റെ ഫ്രണ്ട് പേജിൽ വന്നു. മീഡിയ നിൽക്കുന്നുണ്ട്. അന്ന് ആളെ പേരൊന്നും പറയുന്നില്ല, ആൾക്കറിയാം. അപ്പൊ എനിക്കൊരു ട്രാൻസ്ഫർ എങ്ങനെയാന്ന് പറയുമോ, തൃശ്ശൂരിന്ന് മലപ്പുറത്തേക്ക്. അതാണ് എന്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യം. എനിക്ക് ആ ഭൂസമ്പലത്തിൽ ചെന്ന് സാറിന് കൈ കൊടുക്കാൻ പറ്റിയാണ് എന്റെ ഏറ്റവും വലിയ കാര്യം. കാരണം വന്നത് കൊണ്ടാണ് ഫുട്ബോളിന്റെ മെക്ക എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും കൽക്കട്ടയെന്ന്. ഞാൻ എല്ലാവരും ഇവിടെ കൽക്കട്ട അല്ല, മലബാറാണ്. അതായത് മലപ്പുറം, കോഴിക്കോട്, അതാണ്. അവിടേക്കാണ് എനിക്ക് ട്രാൻസ്ഫർ വന്നത്. ഞാൻ ഫുൾ ഹാപ്പി. അപ്പൊ നോക്കിയപ്പോ ഇവിടുത്തെ കമന്റ് ഷാഫ് സാറ് അടിപൊളി. അപ്പൊ ആ കൊല്ലൊക്കെ ഞാനും പോലീസ് ഗെയിംസൊക്കെ ഹൈദരാബാദ് മാട്ടിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഹൈദരാബാദ് പോയപ്പോ ഞങ്ങൾ ഒരുമിച്ച് പോയി പോലീസ് ഗെയിംസ് വിൻ ചെയ്തു. അപ്പൊ MSPയിൽ വർക്ക് ചെയ്തിട്ടൊക്കെ എനിക്ക് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അനീഷ് എന്റെ ഡ്രൈവറാണ്. ഡ്രൈവർ ഞാൻ പറയാം എന്റെ ബ്രദറാന്ന് പറയുള്ളൂ. സാറ് പോണവരെ ഞാൻ സാറ് കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതൊരു ഇപ്പോഴും ആ ഒരു വാക്കവും പാലിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ അവരെ പോലെയാണ്, നിങ്ങളെ പോലെ തന്നെ ഞാൻ. അല്ലാണ്ട് ഒരാള് ഞാൻ വലിയ ഓഫീസറോ അങ്ങനെ ഞാൻ പണ്ട് ഒരാളിനെ എടുക്കുന്നതാണ്. അവർക്കൊക്കെ അറിയാം. അവൻ ശരിക്കും നോക്കും, അവർക്കൊക്കെ അറിയാം. എന്നെ സംബന്ധിച്ച് അത് മതി എനിക്ക്. പക്ഷെ ഞാൻ റിട്ടയർ ചെയ്ത് പോയാലും കാണുമ്പോൾ ചേട്ടാ സുഖാണോ എന്ന് ചോദിക്കുന്ന ഒരു മറുപടി എനിക്ക് കിട്ടിയാൽ മതി. അതെന്തായാലും MSPയിൽ എനിക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ്. കാരണം എനിക്ക് റിട്ടയർഡ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ ഫസ്റ്റ് ലീഗ് കുറെ വിളിച്ചതാണ്, റിട്ടയർഡ് ചെയ്യാൻ നമുക്ക് അവിടെ വെച്ച്. ഞാൻ നടക്കൂല പറഞ്ഞു. എനിക്ക് എന്റെ MSPയിൽ നിന്ന് റിട്ടയർഡ് ചെയ്താൽ മതി. അത് വലിയൊരു സന്തോഷമാണ്. എന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ്. അർജുന അവാർഡ് കിട്ടിയിട്ടുണ്ട്, പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ റിട്ടയർമെന്റ് പരിപാടി തന്നെ എന്റെ MSPയിൽ നിന്ന് കിട്ടുക അതിന്റെ ഒപ്പം തുല്യം കാരണം, അതിനേക്കാൾ കൂടുതൽ കാരണമാണ് ഞാൻ ഈ അർജുന അവാർഡും പത്മശ്രീയൊക്കെ. അതെല്ലാവർക്കും കിട്ടുന്നതാണ്. പക്ഷെ ഇങ്ങനൊരു റിട്ടയർമെന്റ് എന്നെ സംബന്ധിച്ച് ഇങ്ങനൊരു റിട്ടയർമെന്റ് MSPയിൽ നിന്ന് കിട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. എന്റെ ആ ഒരു അവാർഡിനേക്കാളും വലിയൊരു മുകളിൽ വെക്കുന്ന ഒരു അംഗീകാരമായിട്ട് ഇരിക്കുന്നത്. പക്ഷെ കുറെ കമാൻഡുമാര് കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാ കമാൻഡുമാരും എന്നെ, ഞാൻ ഒരു പന്ത് കളിക്കാരനായാണ്. ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടിച്ചിട്ടുള്ള സാറിനെയാണ്. രാജ സാർക്ക് എവിടെ, നീ എവിടെ? സാറ് ഞാൻ ഇങ്ങനെയാണ് സാറ്. പക്ഷെ വേറെ ഒന്നും പറയാറില്ല എന്റെ സാർ. ആ കുഴപ്പമില്ല, നീ വരുമ്പോ നിങ്ങൾ തന്നെ യൂണിഫോം കൊണ്ട് ഇപ്പോഴും കാണണ്ടാവും അല്ലെ. ഞാൻ ഒരിക്കലൊക്കെ അറിയാം. ഞാൻ റെയറായിട്ട് ഒന്ന് യൂണിഫോം പറഞ്ഞാണ്. പക്ഷെ എന്നെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തപ്പോ ലാസ്റ്റ് സാറിന്റെ അണ്ടറിൽ എനിക്ക് റിട്ടയർ ചെയ്യാൻ പറ്റിയതിന്, സാർ അണ്ടറിൽ റിട്ടയർ ചെയ്യാൻ പറ്റിയതിന് വലിയ ഭാഗ്യമാണ്. സാറിന്റെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. എല്ലാ കമാൻഡർമാരും എന്നെ കെയർ ചെയ്യാറുണ്ട്. പക്ഷെ ലാസ്റ്റ് സമയത്ത് സാർ എന്നെ സംബന്ധിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ പണി കിട്ടാറുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ വിളിച്ചോ വരില്ലെന്നൊന്നും അറിയില്ല. പക്ഷെ ലാസ്റ്റ് ഞാൻ അടുത്ത മാസം 2 മാസം കഴിഞ്ഞ സാറ് റിട്ടയർ ചെയ്യാണ്. പക്ഷെ അത്രയും ആ റിട്ടയർമെന്റ് എല്ലാവർക്കും ഭയങ്കര പേടിയായിരിക്കും. പക്ഷെ ആ ഒരു പേടിയില്ലാണ്ട് സാർ എന്നെ അത്രയും കെയർ ചെയ്തിട്ടുണ്ട്. അത് തന്നെ മതി സാർ. എനിക്ക് താങ്ക് യു. അതിന് ഞാൻ സാറിനോട് പിടിച്ചു. അപ്പൊ ഇവിടെ വരാൻ പറ്റിയാലും എന്റെ MSPയിൽ നിന്ന്. പക്ഷെ ഞാൻ റിട്ടയർഡ് ചെയ്താലും എല്ലാവരും പറയാം റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യുന്നത്. ഞാൻ റിട്ടയർഡ് ചെയ്താലും ഞാൻ പൊളിന്റെ ആളെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ പൊളിച്ച് നടക്കുന്നത് അബുദാബിന്റെ പടത്തിൽ കാര്യമായിട്ട് നടന്നോളാം. ഞാൻ പറഞ്ഞ അബുക്ക് എനിക്ക് അഭിനയിക്കാന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ പടത്തിൽ നിൽക്കാം എന്ന് പറഞ്ഞു. അവിടെ നിന്ന് എന്റെ MSPയിൽ നിന്ന് റിട്ടയർ ചെയ്തതിൽ വലിയ സന്തോഷമുണ്ട്. അബിയുണ്ട്, കുഞ്ഞുണ്ട്, രാജേഷ് ഉണ്ട്. എല്ലാവരോടും നന്ദി പറഞ്ഞു. നിങ്ങൾ എല്ലാവരോടും ഇത്രയും സമയം എനിക്ക് വേണ്ടി ചെലവഴിച്ച നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ.